ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫോട്ടോ നെയിം സ്ലിപ്പ് എങ്ങനെയാണ്, ഏത് ആപ്ലിക്കേഷനിലാണ് എഡിറ്റിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. സോ വെറൈറ്റി മോഡൽസിൽ നിന്ന് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതിനായിട്ട് നമ്മൾ ആദ്യം പിൻട്രസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. എന്നിട്ട് നെയിം സ്ലിപ്പ് ടെംപ്ലേറ്റ്സ് ഫോർ കിഡ്സ് എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സും ടെംപ്ലേറ്റ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കസ്റ്റമൈസ്ഡ് രീതിയിൽ ഏതാണ് അവർ പറയുന്ന കാർട്ടൂൺ ക്യാരക്ടർ അത് നമ്മളൊന്ന് ഇതിൽ പോയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ക്യാൻവ ആപ്ലിക്കേഷനാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ A3 ഡോക്യുമെൻറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്കൊരു ബ്ലാങ്ക് ഷീറ്റ് കിട്ടും. അതിലാണ് നമ്മളിനി വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഏശം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച് ടെംപ്ലേറ്റ്സ് എടുക്കുക. എന്നിട്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലി നമ്മൾ അളവ് ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഹൊറിസോണ്ടൽ വെർട്ടിക്കലി ഇങ്ങനെ വെച്ച് നോക്കും. എന്നിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് 30 പീസസ് ഇൻക്ലൂഡ് ആവുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളത് ഒരു സൈഡ് ക്ലിയർ ആവുകയാണെങ്കിൽ ഇപ്പം ഞാൻ 5 ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 5 എന്ത് ചെയ്യുക വെച്ചാൽ സെലക്ട് മൾട്ടിപ്പിൾ പോയിട്ട് കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഈ 13 പീസും ഞാൻ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഈ A3 ഷീറ്റിന് പാകാവുന്ന രീതിക്ക് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ അടുത്ത പരിപാടി ഫോട്ടോയിലോട്ട് ആഡാക്കലാണ്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറൈസർ എന്ന ആപ്ലിക്കേഷൻ വഴി റിമൂവ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒരു സൈഡിൽ നല്ല ഏറ്റവും ഭംഗി ഏത് സൈഡിലാണെന്ന് വെച്ചാൽ ആ ഒരു സൈഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ഇനി ടെക്സ്റ്റ് ചെയ്യാം അല്ലേ. അതായത് നമുക്ക് നെയിം, ക്ലാസ് അവർ പറഞ്ഞ കസ്റ്റമൈസ്ഡ് രീതിയിൽ ചിലത് റോൾ നമ്പർ വേണ്ടി വരും, ചിലത് ലൈക്ക് ദാറ്റ്. അപ്പം നെയിം, ക്ലാസ്, സബ്ജക്റ്റ്, സ്കൂളൊക്കെ ഒന്ന് നല്ല ഭംഗിയിൽ ഒന്ന് എഴുതി വെക്കുക. നമുക്ക് പല ഫോണ്ടും സെലക്ട് ചെയ്യാം കേട്ടോ. ഈ ഫോണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇഷ്ടപ്പെട്ട ഫോണ്ടുകൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് സ്പേസിങ് കൊടുക്കുക, അതായത് ലെറ്റർ സ്പേസിങ്ങും ലൈൻ സ്പേസിങ്ങും കൊടുക്കുക. ശേഷം നമ്മൾ ലൈനാണ് നമ്മൾ എലിമെൻറ്റ്സിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് പല ടൈപ്സ് ലൈൻസ് ഇതിൻ്റെ മുകളിൽ തന്നെ കാണിക്കും. 4th ഓപ്ഷൻ എടുത്തിട്ട് അതിന് ഏറ്റവും തിക്നെസ് കുറച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മളുണ്ടല്ലോ ഈ ഡോട്ടഡ് ലൈൻസ് ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഈ 29 പീസസിലോട്ട് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ സെലക്ട് മൾട്ടിപ്പിൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഇമേജും ഈ ടെക്സ്റ്റഡ് ആയിട്ടുള്ള ഡോട്ടഡ് ലൈൻസും അതുപോലെ നെയിമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കോപ്പി ചെയ്തിട്ട് അത് ഒന്നെങ്കിൽ റോ അല്ലെങ്കിൽ കോളം ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് അതും നമ്മൾ സെലക്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എൻ്റെ ID ഞാൻ വാട്ടർമാർക്കാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോട്ടോ മെസ്സേജ് അയച്ചാൽ മതിയാകും. ഓർഡർ വേണമെങ്കിലും അതുപോലെ തന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഫുൾ സെറ്റാക്കിയതിന് ശേഷം ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ PNGയിൽ തന്നെ സജസ്റ്റഡ് ആയിട്ട് PNG സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുപോലെ പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ PDF സ്റ്റാൻഡേർഡാണ് ചെയ്യുന്നത്, കാരണം ഡോക്യുമെൻ്റ് ഓർ ഇമെയിലിങ്ങിനൊക്കെ ഏറ്റവും ബെറ്റർ അതാണ്. സോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ മനസ്സിലായി, ക്ലിയർ ആയെന്നൊക്കെ വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.